കൊച്ചിക്കാരൻ ആരാണ് ഇവൻ? അച്ഛലേഴ്സ് ചെയ്യണം, ഹൗസ് ബിൽഡിംഗ് ചെയ്യണം, അതോ വർക്ക് ചെയ്യണം? ജർമ്മനിയിൽ പോയിട്ട് ഇവൻ എന്തൊക്കെയാണ് കാണിക്കണം? ഓഫീസിൽ പോയി പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു സിസ്റ്റം വെക്കാനാണ് മെയിൻ ആയിട്ട് വന്നത്. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല, ആഴ്ചച്ചെറുക്കൻ തന്തേക്കാൾ മോശം. കൊച്ചിക്കാരൻ മലയാളികളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് ജർമ്മനിയിൽ ബിസിനസ് ഉണ്ട്, ഓഫീസ് ഉണ്ടെന്നൊക്കെ ഇവൻ വീഡിയോ കോളെ കാണിച്ചു തന്നെ. തൂക്കിയല്ലോ നാദാ. കൊച്ചിക്കാരന് ജർമ്മനിയിൽ ബിസിനസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ബാക്കിയുള്ളവർക്ക് പറ്റണില്ല, പിന്നെയാണ് ഇവന് പറ്റണേ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇവൻ ജർമ്മനിയിൽ AUPR ചെയ്യാൻ വന്നാണ് ഒരാള്, അത്രേ ഉള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നല്ല പോർഷ് ലൈഫ്, ഓടിക്കാൻ ബെൻസ് പോലുള്ള കാറുകള്, ലക്ഷറി വീട്, കൂടെ കൊണ്ടു നടക്കാൻ ഹസ്കി പോലുള്ള ഡോഗുകള്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അല്ല ഇതെന്റെ ഒന്നും അല്ല. ഇവന്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ പറയുന്നുണ്ട് ഇവൻ ഒറ്റയ്ക്കാണ് വന്നത്, ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായില്ല, ഒരു മോൺസ്റ്റർ എന്നൊക്കെ രീതിയിലെ സംസാരം. അതെന്താ കൊച്ചിക്കാര, ബാക്കി എല്ലാവരും ജർമ്മനിക്ക് വരുമ്പോ ഒരു ജാഥയായിട്ടുണ്ടോ ജർമ്മനിക്ക് തന്നെ? മുതലും പലിശ ചേർത്ത് കിട്ടി. എടാ എല്ലാവരും ഒറ്റയ്ക്കടാ വന്നെ. സത്യം പറഞ്ഞ ഇവനോട് AUPR ആയിട്ടാണ് വന്നാണ്. ഇപ്പൊ തന്നെ AUPR ആയിട്ട് 3-4 വീടുകളായി പുള്ളി മാറി മാറി കളിക്കുന്നു. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇവൻ യൂസ് ചെയ്യണ ആ കാറുകൾ എന്നൊക്കെ പറയുന്നത് ആ AUPR ആ ഫാമിലിയുടെ കാറുകളാണ് ഇവൻ യൂസ് ചെയ്യണേ. ആ ലക്ഷറി വീടുകളൊക്കെ അവരുടെയാണ്. ഈ ഹസ്കി പോലുള്ള പട്ടികളൊക്കെ അവരുടെയാണ്, ഒന്നും ഇവന്റെ അല്ല. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ്. ജർമ്മനിയിൽ ആദ്യം വന്ന ഒരാൾക്ക് ഫസ്റ്റ് 6 months to 1 year ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു ഉംഷൈബും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വണ്ടി ഓടിക്കാവുന്നുള്ളൂ. പിന്നെ ഇവൻ പറയണ ബിസിനസ്, ഇവന് ഒരു ബിസിനസിനും പെർമിഷൻ ഇല്ല, ഫുള്ള് തള്ളി മറിക്കുക. ഇവൻ പറഞ്ഞ ബിസിനസ് ജർമ്മനിയിലുള്ള ഒരു ജർമ്മൻ ഫാമിലിക്ക് ഉണ്ട്. ഇവിടെ ഒരു ഏജൻസി ഉണ്ട്. ആ ഒരു ഏജൻസിക്ക് ഇവൻ നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ വേണ്ടി പിള്ളേരെ പിടിച്ചു കൊടുത്താൽ ഇവന് നാട്ടില് കമ്മീഷൻ കിട്ടും, അത്രേ ഉള്ളൂ. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. കൊച്ചിക്കാരൻ നീ മോട്ടിവേഷൻ ചാനലിൽ തെറ്റില്ല, പക്ഷെ നീ മലയാളികളെ മണ്ടന്മാരാക്കരുത്. എടാ നിന്റെ വീഡിയോ കാണുന്ന പലരും ചിന്തിച്ചുകൊണ്ട് ജർമ്മനിൽ എത്തുമ്പോഴേക്കും റിച്ച് ആവാലി ബിസിനസ് ചെയ്യാൻ പോർഷ് ലൈഫൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ച്. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്തിനാണ് നീ റോങ് ഇൻഫർമേഷൻ കൊടുക്കണേ? എന്തായാലും നിന്റെ മോട്ടിവേഷൻ നടന്നോട്ടെ, അടിപൊളിയായിട്ട് തന്നെ പോക്കോട്ടെ, കുഴപ്പമില്ല. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ.